ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ ഗോബി 65 ആണ്. നമ്മൾ ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും അല്ല ചുമ്മാതെ ചായയുടെ കൂടെ ഒപ്പം കഴിക്കാൻ ഇത് വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ടിട്ട് തരിക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടുത്തെ രണ്ട് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഏകദേശം 500 ഗ്രാമോളം വരും. നമുക്കതൊന്ന് ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇതേപോലെ കട്ട് ചെയ്ത് നമ്മൾ പുറത്തുനിന്നൊക്കെ ഉത്സവപ്പറമ്പിലും അതേപോലെ ഫെസ്റ്റിലൊക്കെ നമുക്ക് കോളിഫ്ലവർ കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ അവർ നല്ല കൃത്യമായിട്ട് നീറ്റായിട്ടൊന്നും ആയിരിക്കില്ല നമുക്ക് തരുന്നത്. നമ്മളെ വീട്ടിൽ തന്നെ നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല വൃത്തിയായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചെറുതാകുമ്പോഴാണ് നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള ഗോബി 65 നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത്. ചെറുതായി കട്ട് ചെയ്യുക. വലുതായാൽ അത്ര നമ്മൾ വിചാരിക്കുന്ന നമുക്ക് ക്രിസ്പി ആയി കിട്ടില്ല. ഇതേപോലെ എല്ലാം ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് 2-3 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ഇട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റോളം ഇതിലൊന്ന് കിടന്ന് തിളച്ച് വെന്ത് അതിൻ്റെ വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടുക. അതിലാണ് ഈ മഞ്ഞപ്പൊടിയിലൊക്കെ ഇടുന്നത്. 5 മിനിറ്റ് ഒന്ന് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു സ്ട്രെയിനിലോട്ട് ഇത് മാറ്റാം. എന്നിട്ട് വെള്ളം തോരാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കാനുണ്ട്. ആ സമയത്ത് അതിനെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചില്ലി പൗഡർ, മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതായത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. വലിയ ജീരകം 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ അരിപ്പൊടി 1/2 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് പത്തിരിപ്പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ കോൺഫ്ലോർ 1/4 കപ്പ്. കോൺഫ്ലോർ ഇല്ലെങ്കിലും അരിപ്പൊടി ആയാലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ മൈദ മാവാണ് 1/4 കപ്പ് ചേർത്തിരിക്കുന്നത്. പിന്നെ 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ ഇത് ബാറ്റർ തയ്യാറാക്കണം. നമുക്കിത് കോളിഫ്ലവറിൽ കോട്ട് ചെയ്ത് വയ്ക്കാനുള്ളതാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. അത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അത് ഇതിൽ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. കോളിഫ്ലവറിൽ ഉപ്പിട്ടാണ് വേവിച്ചത്. നമ്മൾ ഈ ബാറ്ററിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടി കൂടെ ചേർക്കണം. 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊരു അരമണിക്കൂർ കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ വെക്കണം. അപ്പോൾ നല്ല പിടിച്ചിരിക്കും. 30 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക. ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. അതിനുശേഷം എടുത്തതാണിത്. എണ്ണ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതായാലും മതി. നിങ്ങളുടെ കയ്യിലുള്ള ഓയിൽ വെച്ച് ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കുട്ടികൾക്കൊക്കെ അല്ലെ നമ്മളെ വീട്ടിൽ ഇതേപോലെ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ അവിടെ നിന്നൊക്കെ കടയിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങുന്നത് ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്നത് ഇതുപോലെ നീറ്റാക്കി എടുത്തായിരിക്കത്തില്ല. നല്ല ഹെൽത്തി ആയിട്ട് നമ്മളെ വീട്ടിൽ നമുക്കിത് തയ്യാറാക്കി കഴിക്കാവുന്നതുമാണ്. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ അറിയാം നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിതൊരു ഫോയിൽ പേപ്പർ എല്ലാം കൂടെ ഇട്ട് വെച്ചാൽ അതിലുള്ള എക്സസ് ആയ എണ്ണ അത്രയും
ടിഷ്യൂ പേപ്പറിൽ പിടിക്കുന്നതാണ്. അടുത്തത് ഇതേപോലെ ഞാൻ 2 പ്രാവശ്യം ഇട്ട് വറുത്താണ് ഇതുപോലെ എടുത്തിട്ടുള്ളത്. ഇടയ്ക്കൊക്കെ തിരിച്ചിട്ട് കൊടുക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണൂടെ പ്രസ് ചെയ്താൽ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് വരുന്നതാണ്. ഓൾ എന്ന ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാനൂടെ മറക്കാതിരിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാനതിൽ മുളക് കീറിയിട്ടിട്ടുണ്ട്, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് അവസാനം ഒന്ന് പച്ചമുളക് ഒന്ന് കീറിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2ആയിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്കിട്ട് കൊടുക്കാം. നമ്മൾ ഗോബി 65 റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ആണ്. നമ്മൾ ടൊമാറ്റോ സോസും കൂടെ കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ചായയിലൂടെയൊക്കെ വൈകിട്ട് ചുമ്മാതെയും കഴിക്കാവുന്നതാണ്. ഇഫ്താറിനൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിരുന്നു. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.